السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. وأوحى ربك إلى النحل. താങ്കളുടെ റബ്ബ് തേനീച്ചയ്ക്ക് വഹി നൽകിയിരിക്കുന്നു. നബിമാർക്ക് അള്ളാഹു സന്ദേശങ്ങൾ നൽകുന്നതിനെക്കുറിച്ചാണ് സാധാരണ വഹി എന്ന് പറയപ്പെടാറുള്ളത്. ഭാഷയിൽ അതിന് സ്വകാര്യമായി അറിയിക്കുക, വേഗം അറിയിക്കുക, പതുക്കെ സംസാരിക്കുക, സൂചന നൽകുക, ബോധനം നൽകുക എന്ന ഒരുപാട് അർത്ഥങ്ങൾ അതിന് പറയുന്നു. തേനീച്ചക്ക് വഹി നൽകി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് തോന്നിപ്പിച്ചു അഥവാ ബോധമുണ്ടാക്കി എന്നാണ്. തോന്നിപ്പിച്ച കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. അതായത് മലകളിൽ നിന്ന് വീടുകൾ അഥവാ കൂടുകൾ നിർമ്മിക്കുക എന്നും മലകളിലുള്ള പൊത്തുകൾ, അളകൾ മുതലായ ചില പ്രത്യേക സ്ഥലങ്ങളിലായിരിക്കും തേനീച്ച കൂട് നിർമ്മിക്കുന്നത്. അതായത് മലകളിൽ നിന്ന് അതിന് പറ്റിയ പ്രത്യേക സ്ഥലങ്ങളിലാണ് എന്ന് സൂചിപ്പിക്കുന്നത്. തേൻകൂടുകൾ അധികവും മലമ്പ്രദേശങ്ങളിലായിരിക്കുമെങ്കിലും മരപ്പൊത്തുകൾ, മരക്കൊമ്പുകൾ, മനുഷ്യൻ നിർമ്മിച്ച വീടുകൾ, മതിലുകൾ, പന്തലുകൾ ആദിയായവയിലും സുലഭം തന്നെ. അതാണ് ഒമിന ഷജരി ഒമിമ്മായാരിഷൂൻ അഥവാ മരങ്ങളിൽ നിന്നും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്നവയിൽ നിന്നും എന്ന് പറഞ്ഞു. ഇങ്ങനെ തക്കതായ സ്ഥലങ്ങളിൽ കൂട് കെട്ടുവാനുള്ള ബോധം തേനീച്ചക്ക് നൽകിയത് അള്ളാഹു അല്ലാതെ മറ്റോരും അല്ല. അതോടൊപ്പം തന്നെ ആ തേനീച്ചയുടെ കൂടുകളിലുള്ള ആ വ്യവസ്ഥകൾ, അറ ഉണ്ടാക്കുന്നത്, തേൻ ശേഖരിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഭംഗിയായി ഒരു മനുഷ്യന് ചിന്തിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത വിധത്തിൽ വ്യവസ്ഥ ചെയ്ത അവസ്ഥയിലാണ് അതുള്ളത്. അതിനൊക്കെ അള്ളാഹു തേനീച്ചക്ക് ബോധനം നൽകിയത് കൊണ്ടാണ് അതൊക്കെ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി അതിൽ നടക്കുന്നത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.